എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കീഴിൽ 30% മുതൽ 50% വരെ ഓഫറുകളുമായി പ്രത്യേക കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു. VM സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. KVVES സംസ്ഥാന വൈസ് പ്രസിഡന്റും തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൾ ഹമീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദേശമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ചാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചത്. സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൾ ഹമീദ് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. വ്യാപാരത്തോടൊപ്പം സമൂഹത്തെ ചേർത്ത് പിടിക്കുന്നവരാണ് വ്യാപാരികളെന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച KV അബ്ദുൾ ഹമീദ് പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അശരണരായ വ്യാപാരികൾക്കും വ്യാപാരേതര പൊതുസമൂഹത്തിനും വർഷം തോറും 10 കോടിയോളം രൂപ ധനസഹായം നൽകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു വ്യാപാരി മരിക്കുമ്പോൾ അയാളുടെ വർഗമോ വർണ്ണമോ കുലമോ ഒന്നും നോക്കാതെ അയാളെ സഹായിക്കാനുള്ള മനസ്സുള്ള 10,000-കണക്കിന് വ്യാപാരികളാണ് ഇന്ന് ഈ സംഘടനയുടെ ശക്തി. അപ്പൊ അത്തരത്തിലുള്ള ഒരു സന്ദേശം പുറത്തേക്ക് നൽകാൻ, മറ്റൊന്നും ചിന്തിക്കാതെ പരസ്പരം സഹായിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ ഭദ്രം പദ്ധതിയിലൂടെ നമുക്ക് കഴിയും. ഭദ്രം പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഭദ്രം പദ്ധതി നടപ്പിലാക്കി 2 വർഷവും 4 മാസവും 29 ദിവസവും കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. 2022 ജനുവരി 1-ാം തീയതിയാണ് നമ്മൾ അത്തരം ഒരു പദ്ധതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചത്. ജില്ലയിലെ 10,000-കണക്കിന് വ്യാപാരികൾ അതിന് ശക്തമായിട്ടുള്ള പിന്തുണ നൽകി. അന്ന് പലരും പറഞ്ഞു, ഇത് നടക്കണാവോ, ഇത് നീണ്ടു നിൽക്കണാവോ, നിന്നു പോകണാവോ, ഒരുപടി സംശയങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സർവേശ്വരന്റെ അനുഗ്രഹത്തോടെ നമ്മുടെ ഒക്കെ വലിയ സഹകരണം കൊണ്ട് ഇന്ന് ഈ 2 വർഷവും 4 മാസവും 29 ദിവസവും പിന്നിട്ട് നിൽക്കുമ്പോൾ 27 കോടി രൂപ ഭദ്രം പദ്ധതി വഴി നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞു. 1-2 രൂപയല്ല, 27 കോടി രൂപ കൊടുത്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് G ഹരിദാസ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. ചേലക്കര നിയോജക മണ്ഡലം ചെയർമാൻ P നാരായൺകുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി. 12 വർഷക്കാലം ദേശമംഗലം യൂണിറ്റ് ജനറൽ സെക്രട്ടറിയായും ജില്ലാ കൌൺസിൽ അംഗമായും പ്രവർത്തിച്ച ശേഷം വിരമിക്കുന്ന PAM അഷ്റഫിനെ യൂണിറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്നേഹോപഹാരവും ചടങ്ങിൽ വെച്ച് കൈമാറി. ഇതോടൊപ്പം SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വ്യാപാരികളുടെ മക്കളെ ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി PAM അഷ്റഫ്, ട്രഷറർ P നന്ദകുമാർ, നിയോജക മണ്ഡലം കൺവീനർ KM മുഹമ്മദ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് TM യൂസഫ്, M അബ്ദുൾ റഹ്മാൻ, സെക്രട്ടറിമാരായ K സുരേഷ് ബാബു, CH മുസ്തഫ, യൂത്ത് വിംഗ് പ്രസിഡന്റ് TY അഷ്റഫ്, സെക്രട്ടറി കൃഷ്ണകുമാർ, KP സുകുമാരൻ, KM ഹംസ, P മിനിത, PK വാസു, SM ഇബ്രാഹിം, P സഹദേവൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ദേശമംഗലം.